നമസ്കാരം, ശ്രുതിയാണ്. നമ്മൾ വിൻ്റർ സീസൺ ആക്ച്വലി കഴിഞ്ഞു എന്ന് തന്നെ കഴിഞ്ഞു എന്നാൽ സമ്മർ തുടങ്ങിയിട്ടില്ല. ആ ഒരു ഗ്യാപ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ മഞ്ഞുകാലമൊക്കെ ആകുമ്പോൾ നല്ലപോലെ നമുക്ക് ഹെയറിനെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് എന്നെപ്പോലെ നല്ല ഡ്രൈ ഹെയർ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം സൂക്ഷിച്ച് കെയർ ചെയ്യേണ്ട സമയമാണ് ഈ ഒരു ടൈം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ സമ്മർ സീസണിലേക്ക് കടക്കുമ്പോഴത്തേനും പ്രോപ്പറായിട്ട് ഹെയർ കെയർ എടുത്തില്ല എന്നുണ്ടെങ്കിൽ മുടിയൊക്കെ പൊട്ടിപ്പോവും, ഉള്ളും കുറയും. അപ്പോൾ ഇന്ന് വാവേനെ ശരി ഓക്കെ. അപ്പോൾ ഇന്ന് കുറേ നാൾ മുന്നേ പറഞ്ഞപ്പോൾ വാവ എന്താ കൊണ്ടുവരാത്തതെന്ന് ചോദിച്ചിട്ടുണ്ടായില്ല. അപ്പം ഇദ്ദേഹത്തിന് ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, അവിടെ പോയിട്ടില്ല. അപ്പോൾ ഇന്ന് നമുക്ക് വാവയുടെ ഹെയർ കട്ട് ചെയ്തിട്ട് അത്രയേ ഉള്ളൂ. ഇവിടെ തുമ്പ് അന്നത്തെ പോലെ നമ്മൾ കട്ട് ചെയ്യണം. അദ്ദേഹം 3 months കൂടുമ്പോൾ നന്നായിട്ട് ട്രിം ചെയ്തിട്ട് ഇടുന്ന ആളാണ്. അത് ഇപ്പോൾ കുറച്ചാളായില്ലേ. ഇപ്പോൾ ഡാൻസും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നവരോട് ലെങ്ത്ത് വേണമെന്ന് വെച്ചിട്ട് വെട്ടാതെ ഇട്ടിരുന്നതാണ്. അപ്പോൾ നമുക്ക് ഹെയർ ആദ്യം കട്ട് ചെയ്യാം. ശരിക്കും ഇത് എല്ലാ ഹെയറുകാർക്കും, ഇപ്പോൾ എന്നെ പോലുള്ള ഡ്രൈ ഹെയർ ഉള്ള ആൾക്കാർക്കായാലും ഓയിലി ഹെയർ ഉള്ള ആൾക്കാർക്കായാലും കോമ്പിനേഷൻ ഹെയർ, വേവി ഹെയർ കോമ്പിനേഷൻ വെച്ചാൽ ഇവിടെ മാത്രം നല്ല ഓയിലി ആയിട്ടിരിക്കുക, താഴോട്ട് വരുന്തോറും ഡ്രൈനെസ് ഉണ്ടാവുക. അങ്ങനെയുള്ളവർക്കൊക്കെ ഈ റൊട്ടീൻ എടുക്കാം. സിമ്പിൾ ഹെയർ കെയർ റൊട്ടീനാണ്. അപ്പോൾ നമുക്ക് ഹെയർ കട്ട് ചെയ്യാം. ഇത് ഡൈ ആണോ അല്ല ഹെന്നയാണോ? അല്ല ഈ ഡൈ ആണോ അല്ലെ? ഹെന്ന ആരുടെ ഹെന്ന? ഇട്ടരാ ഒരു സെറ്റാണ് കേട്ടോ. ഇദ്ദേഹത്തിൻ്റെ ഹെയർ നല്ല ഹെയർ, അതായത് നോർമൽ ഹെയർ ടൈപ്പാണ്. എന്നിട്ട് പോലും നമുക്ക് കുറേശ്ശെ ഡ്രൈനസ് ഈ സീസൺ ആയതുകൊണ്ടാണ്. അപ്പം ശരിക്കും ഡ്രൈ ഹെയർ ഉള്ളവർക്കൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ പല്ലകലുള്ള കോമ്പ് തന്നെ യൂസ് ചെയ്യാം. വുഡൻ കോമ്പ് ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ ഇങ്ങനെ ഡീറ്റാങ്കിൾ എപ്പോഴും ഇതേപോലത്തെ സ്പേസ് പല്ലകലുള്ള കോമ്പാണ്. അത് വെച്ചിട്ട് നമുക്ക് ആദ്യം ഹെയർ കട്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെയൊക്കെ ഇങ്ങനെ ഉണ്ട്, പക്ഷെ എന്നാലും കുഴപ്പമില്ല, അത്രയും ലെങ്ത്തിൽ കട്ട് ചെയ്യണില്ല കേട്ടോ. ഇത് ഇവിടെയൊക്കെ സ്പ്ലിറ്റ് നമുക്ക് ഞാൻ ആദ്യം എടുക്കാം. സ്പ്ലിറ്റൻസ് ആദ്യം എടുത്ത് തരാം, അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. സ്പ്ലിറ്റൻസ് കളയാനായിട്ട് വളരെ ഈസിയാണ്. ഡീറ്റാങ്കിൾ ചെയ്യാൻ നല്ലപോലെ കോമ്പ് വെച്ചിട്ട് ഡീറ്റാങ്കിൾ ചെയ്തതിന് ശേഷം കുറച്ചെടുക്കുക ഹെയർ. പിന്നെ അത് വേറെ വെട്ടിയിട്ട് പിന്നെ നമുക്ക് സ്പ്ലിറ്റൻസ് കളയുന്നതിനേക്കാളും നല്ലത് ഫസ്റ്റ് സ്പ്ലിറ്റൻസ് കളയുന്നതാണ്. ജസ്റ്റ് ഇങ്ങനെ പിരിച്ചു കൊടുക്കുക. സ്ട്രീറ്റ് നിൽക്കുക മാഡം. കാലാവസ്ഥ ഒരു വൃത്തിയായിട്ട കാലാവസ്ഥയാണ് അല്ലേ ശരിക്കും. കാറ്റ്, രാവിലത്തെ മഞ്ഞ് ഒക്കെ ആകുമ്പോഴത്തേനും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ പണിയാണ്. ഡ്രൈ കഫ് ഉണ്ടാവും, കഫക്കെട്ട്, ഇൻഫെക്ഷൻ. യെസ്, ഇപ്പം ഇതിൽ അത്ര സ്പ്ലിറ്റൻസ് ഒന്നുമില്ല. എന്നാലും എന്താ ഇത്രയും ഞാൻ കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. കട്ട് ചെയ്തോട്ടെ, ഇങ്ങോട്ട് വരുമോ? ജസ്റ്റ് ഒന്ന് ആ തുമ്പ് മാത്രം ട്രിം ചെയ്തിട്ട് എടുക്കുക. ഇത് നമുക്ക് ഹെയർ ലെങ്ത്ത് ടോട്ടൽ ലെങ്ത്ത് വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും നമുക്ക് കിട്ടില്ല. കാരണം ഇതൊക്കെ ഉള്ളിൽ പോണ പാർട്ടാണ്. അപ്പോൾ അവിടെയൊക്കെ സ്പ്ലിറ്റൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് പിന്നെ ഡ്രൈ ആവും, പൊട്ടും. എന്താ ഇവിടെയൊക്കെ ചെമ്പൻ കളർ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടോന്നും അറിയില്ല. ചിലർക്ക് ഇങ്ങനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് നിൽക്കും ഹെയർ. അതൊക്കെ ശരിക്കും പ്രോട്ടീൻ ഡാമേജ് ആണ് ഹെയറിന്. നെക്സ്റ്റ് പോർഷൻ എടുക്കുക. ഇതേപോലെ തന്നെ സ്പ്ലിറ്റൻസ് കംപ്ലീറ്റ് കട്ട് ചെയ്യാം. ഞാനത് കട്ട് ചെയ്യട്ടെ കേട്ടോ, അല്ലെങ്കിൽ വീഡിയോ കുറച്ച് ലെങ്തി ആയി പോവും. ഇതുപോലെ പിരിച്ചു കൊടുക്കുക. ജസ്റ്റ് ഇങ്ങനെ പിരിക്കുക. ഇവിടെയൊക്കെ വളരെ കുറവാണ്. ഇതൊക്കെ പുതിയ മുടികൾ ഇങ്ങനെ വരുന്നതാണ്. പിന്നെ മുടി എപ്പോഴും ഡ്രൈ ഹെയർ ഉള്ളവർ ഒരു ടവൽ വെച്ചിട്ട് കവർ ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. ആ ഒരു സിസ്റ്റം നമുക്ക് കുറവാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ മുടി നല്ലപോലെ ഹെയർ കവർ ചെയ്തിട്ട് കഴിഞ്ഞാൽ തന്നെ ഡ്രൈനസ് കുറേ മാറും. കത്രിക ഇവിടെ മോനെ, മറ്റേ ചെറിയ കത്രിക. ഓക്കെ, ആരൊക്കെ ചോദിച്ചാൽ എപ്പോഴും ചോദിക്കണ്ടേ വാവ കല്യാണം കഴിഞ്ഞാണോ? കല്യാണം കഴിഞ്ഞ് 2 പിള്ളേരുണ്ട്. അങ്ങനെ
കല്യാണം കഴിഞ്ഞ 2 കുട്ടികളും ഉണ്ട്. വയസ്സ് പറയണ്ടല്ലോ അല്ലേ, എന്നെക്കാളും 3 വയസ്സിന് താഴെ. അപ്പം നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ, എല്ലാവർക്കും അറിയാവുന്ന കാര്യതുണ്ട്. അപ്പോൾ വാവാന്ന് വിളിക്കും, പിന്നെ കണ്ടാൽ തോന്നുമില്ല അത്രേ. കണ്ണുപൊട്ടനാവണം കാണുന്നവൻ. അപ്പോൾ കട്ട് ചെയ്യാം. ഞാൻ പേടിക്കണ്ട, ഞാൻ ആഞ്ഞു നിൽക്കരുത്, സ്ട്രൈറ്റ് നിൽക്കോ, തല സ്ട്രൈറ്റ് അല്ലല്ലോ. യെസ്, വെള്ളം തെളിച്ചൊക്കെ വേണം ശരിക്കും പറഞ്ഞാൽ കട്ട് ചെയ്യാൻ. ഡ്രൈ ആയിട്ട് കട്ട് ചെയ്തതാണ്. ഇത്രയും കട്ട് ചെയ്താൽ പോരെ? ഇത്രയും മുടി വെട്ടാൻ ഇഷ്ടമല്ല, അതോട്ടാണ്. ഒരു നീ വെട്ടിയേച്ച് നോക്കി ഇത്രയും. ഓക്കെ, നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണവരെ നമുക്ക് ഒരിക്കലും ഒരാളെ പോലെ ആവാതിരിക്കാൻ ശ്രമിക്കുക. അതാണ് ഏറ്റവും നല്ലത്. നമ്മൾ നമ്മുടെ കാര്യം, നമ്മുടെ മുടി, നമ്മുടെ സ്കിന്നിന് നമ്മൾ കെയർ ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇതിപ്പം ചിലർ പറഞ്ഞേക്കാറുണ്ട് പാർലറിലൊക്കെ പോയി മുടി വിട്ട് വരുന്ന ഭയങ്കരമായിട്ട് വെട്ടിക്കളയും. അവരോട് പറഞ്ഞാൽ മതി. അവർക്കിപ്പോൾ നമ്മുടെ മുടി വെട്ടിക്കളിച്ചിട്ട് ഇപ്പോൾ എന്ത് കിട്ടാനാണ്? എനിക്കങ്ങനെ അനുഭവം ഉണ്ടില്ല എന്നല്ല, പക്ഷെ എന്നാലും കറക്റ്റായിട്ട് നന്നായിട്ട് ചെയ്തു തരുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ ഹെയറിൻ്റെ വെട്ടിക്കോട്ടെ, സ്ട്രെയിറ്റ് ആയി നിൽക്കണേ, അനങ്ങല്ലേ അനങ്ങല്ലേ. കഴിഞ്ഞിട്ടില്ല കേട്ടോ. അത് നമുക്ക് കൊണ്ടിടാം. ഇപ്പം കുറച്ച് ഡ്രൈനസ് ഉണ്ട് ഹെയറിൽ നമുക്ക്. അപ്പോൾ ആദ്യം ഞാനൊരു ഹെയർ മാസ്ക് ഇട്ടേ. നമ്മളുടെ വരാൻ പോകുന്ന, അതായത് വെക്കേഷൻ ടൈം, ഇനി ഇവിടെ സ്വസ്ഥമായിട്ട് ഇരുന്നോ, വെക്കേഷൻ ടൈമിൽ ഒക്കെ നമുക്ക് ചെയ്യാൻ പോകുന്ന ഒരു ഹെയർ മാസ്ക്, ഹെയർ ഷാംപൂ, ഹെയർ കണ്ടീഷണർ ആൻഡ് സെറം. അപ്പോൾ ഇത്രയും സാധനങ്ങളായിരിക്കും ഇന്ന് ഇദ്ദേഹം തലയിടുന്നത്. അപ്പോൾ എന്തായാലും മുടി വെട്ടാൻ സമ്മതിച്ചിരിക്കും, നമുക്കതൊക്കെ ഇടാം. അപ്പോൾ ഹെയർ കട്ട് ചെയ്ത് കഴിഞ്ഞു, ഇനി അത് കൊണ്ടുപോയി എവിടെയും കൂടി കുഴിച്ചിടും, നല്ല വെയിലുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഹെയർ ഇപ്പോൾ കുറച്ച് ഫ്രിസി ഡ്രൈ ഹെയർ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും മുടി വെട്ടിയ സ്ഥിതിക്ക് നല്ലപോലെ ഒന്ന് മാസ്ക് ഇടാം. മാസ്ക് ഇട്ടതിന് ശേഷം ഇതാ നമ്മുടെ ഹെയർ മാസ്കാണ്. ഷിയ ബട്ടറും മാംഗോ ബട്ടറും പിന്നെ കുറച്ച് എസെൻഷ്യൽ ഓയിൽസിൻ്റെ ബ്ലെൻഡായിരിക്കും. വീണ്ടും പറയണു, ഇപ്പോൾ ഇല്ല, വെക്കേഷൻ ടൈമിൽ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. നമ്മളിതിൻ്റെ കുറച്ച് പ്രോസസ്സിങ്ങിലൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്കത് പുറത്തേക്ക് ഇറക്കാൻ പറ്റുള്ളൂ. ഹെയറിൽ ഇതാ കുറച്ച് ഭാഗത്ത് ഇത് കുറച്ച് ഇങ്ങനെ ഇടുമ്പോഴത്തേനും ഇത് മെൽറ്റ് ആവും കേട്ടോ. അപ്പോൾ ആ കളറ് അറിയില്ലേ, ഈ വൈറ്റ് കളറ് മാംഗോ ബട്ടറിൻ്റെയും ഷിയ ബട്ടറിൻ്റെയും എസെൻഷ്യൽ ഓയിൽസിൻ്റെ ഒക്കെ ബ്ലെൻഡാണെന്ന് വെച്ചാൽ നമ്മൾ ഇടുമ്പോൾ അയ്യോ ഇത് ഭയങ്കര ഓയിലായിട്ട് ഇരിക്കാനില്ല. ബട്ട് നിർബന്ധമായിട്ടും ഷാമ്പു വാഷ് എടുക്കണം ഹെയർ മാസ്ക് ഇട്ടതിന് ശേഷം. നമ്മളിപ്പോൾ ആക്ച്വലി കൊടുക്കുന്നത് ഹെയർ പാക്കാണ്, ബട്ട് ഇറ്റ്സ് കുറച്ച് ഡ്രൈ പൊടികളാണ് കൊടുക്കണമല്ലോ നമ്മൾ. എല്ലാത്തിൻ്റെയും മിക്സാണ്, ഉലുവപ്പൊടി, അങ്ങനെ കറിവേപ്പിലയുടെ പൊടി, ആര്യവേപ്പിൻ്റെ ഇല, മുരിങ്ങയുടെ ഇലയുടെ മിക്സാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഹെയറിലിടുമ്പോൾ ഒരുപാട് പേർക്ക് പറ്റണില്ല. അതായത് കുറേ സമയം എടുക്കണു, അറ്റ് ദ സെയിം ടൈം ഈ സംഭവം കഴുകിക്കളയാൻ ബുദ്ധിമുട്ടാവണു, പിന്നെ എളുപ്പമില്ല അങ്ങനെ അപ്ലൈ ചെയ്യാൻ. നമുക്കിപ്പോൾ ഒരു ഷാമ്പൂ, സിറം, കണ്ടീഷനിങ്ങിലേക്കൊക്കെ നമ്മൾ പോയി നമ്മുടെ ഹെയർ കെയർ റൊട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇനി ആർക്കും പഴയ പോലെ പാക്ക് ഇട്ടിരിക്കാനൊന്നും ഇഷ്ടമുണ്ടാവില്ല, അതെനിക്ക് മനസ്സിലായി. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഇട്ടു. ഇത് സ്പ്ലിറ്റ് എൻഡ്സിനും നല്ലതാണ്. ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഇട്ടാൽ മതി. ഒരുപാട് ഇട്ടിട്ട് വലിക്കണ്ട, ജസ്റ്റ് അപ്ലൈ ചെയ്യുക, വിടുക. ശരിക്കും പറഞ്ഞാൽ കുറച്ച് വെള്ളം നനച്ചിട്ട് വേണം ഹെയർ മാസ്ക് അപ്ലൈ ചെയ്യാൻ. ഹെയറിൽ മാത്രം, സ്കാൽപ്പിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ഇടാൻ കുഴപ്പമില്ല. കാരണം ഡ്രൈ ഹെയറിലേക്ക് നമ്മൾ ഒന്നും ഇടാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഒന്ന് വെറ്റാക്കിയതിന് ശേഷം ഇട്ടാൽ മതിയായിരുന്നു, പക്ഷെ എൻ്റെ സ്പ്രേ ബോട്ടിൽ കാണാനില്ല. തുമ്പത്തൊക്കെ എടുക്കുക. ഇപ്പോൾ ഹെയർ മാസ്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ തന്നെ സോഫ്റ്റായി ഹെയർ. ഇനി നമുക്ക് ശരിക്കും പറഞ്ഞാൽ 2 hours വെക്കണം. ഇതിപ്പോൾ അത്ര സമയമില്ല എനിക്കറിയാം,
2 മണിക്കൂറൊന്നും സമയമില്ല. ഇദ്ദേഹം ഇപ്പം തന്നെ പോയി വാഷ് ചെയ്യും. ഇനി ഒരു ചെറിയ മസാജ്, ഹെഡ് മസാജ് വീക്ക്ലി വൺസ് ഇടുന്നതാണ് ഡ്രൈ ഹെയർ ഉള്ളവർക്കൊക്കെ നല്ലത് കേട്ടോ. ഒരുപാട് അമർത്തിയൊന്നും ഹെയർ മസാജ്, തലമുടി സ്കാൽപ്പ് മസാജ് ഉണ്ട്. ജസ്റ്റ് ഒരു മസാജ് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് എന്നിട്ട് ഷാമ്പൂ ഇട്ടിട്ട് ഹെയർ നന്നായിട്ട് വാഷ് ഔട്ട് ചെയ്യണം. അത് നിർബന്ധമാണ്. ഷാമ്പൂ ഇല്ലാതെ ഒരുപാട് പേര് എണ്ണ മാത്രം തലയിലിട്ടിരിക്കുന്നവരുണ്ട്. ഡാൻഡ്രഫ് വരും. എണ്ണ ഇരുന്ന് പഴകി തലയിൽ അസുഖങ്ങൾ ഉണ്ടാക്കും. അതിനൊന്നും നിൽക്കരുത്. ഹെയർ വാഷ് എടുക്കുന്ന ദിവസങ്ങളിലൊക്കെ, എണ്ണ ഇടുന്ന ദിവസങ്ങളിൽ, മാസ്ക് ഇടുന്ന ദിവസങ്ങളിലൊക്കെ ഡെഫിനറ്റായിട്ടും ഷാമ്പൂ ഇടുക. അപ്പോൾ മുടി ശരിക്കും കെട്ടി വയ്ക്കുക. അപ്പോൾ ബണ്ണ് ഇതിങ്ങനെ കെട്ടാൻ ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ കെട്ടണ്ട, ജസ്റ്റ് ഇങ്ങനെ മടക്കി വെച്ചിട്ട് ക്യാപ്പിട്ട് വെച്ചാൽ മതി. ഇതെല്ലാവർക്കും ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇത്രയും മുടിയുള്ളവർക്കും അങ്ങനത്തെ ഒരു കോംപ്ലക്സിൻ്റെ ഒന്നും ആവശ്യമില്ല. എത്ര മുടിയില്ലാത്തവരാണെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റുന്ന റൊട്ടീനാണിത്. സിമ്പിൾ, വളരെ സിമ്പിൾ. 3 മാസം കൂടുമ്പോൾ ഹെയർ ട്രിം ഇട്ടുള്ളൂ. അത് നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. നമ്മൾ അറിയില്ല, ഒരു ചെടി തന്നെ വല്ലാണ്ട് അങ്ങ് പൊക്കത്തിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അത് കുരുടിക്കും. അതുപോലെ അതിനൊന്ന് കട്ട് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ വീണ്ടും അത് പുതിയ തളിര് ഉണ്ടാവും. അത്രയേ ഉള്ളൂ. അത് തന്നെയാണ് ഹെയറിൻ്റെ കാര്യത്തിലും. ഇത് കെട്ടിയത് ശരിയായിട്ടില്ല കേട്ടോ. ഓക്കെ, അപ്പം കെട്ടി വയ്ക്കുക. 1/2 മണിക്കൂറെങ്കിലും ഇരിക്കുക ചെയ്യണവർ. ഇത് 5 മിനിറ്റ് പോലും ഇരിക്കില്ല. എന്നിട്ട് ഷാമ്പൂ ഇട്ട് ഹെയർ വാഷ് ചെയ്യുക. ഷാമ്പൂ നമ്മുടെ ഹെയർ ഷാമ്പൂ ആയിരിക്കും. പണ്ട് വീട്ടിൽ നിറച്ച് പച്ചച്ചമ്പകം, ഓക്കെ ആണോ? വീട്ടിൽ നിറയെ പച്ചച്ചമ്പകം ഉണ്ടായിരുന്നു, വെള്ളച്ചമ്പകം ഉണ്ടായിരുന്നു, ചുമന്ന ചെമ്പകം ഉണ്ടായിരുന്നു, ചക്കമുല്ലി ഉണ്ടായിരുന്നു, ചാമ്പയ്ക്ക ഉണ്ടായിരുന്നു, ചക്ക ഉണ്ടായിരുന്നു, മുരുമുമ്പി ഉണ്ടായിരുന്നു. ഇല്ല, ഇപ്പോൾ ഒന്നുമില്ല. ഇപ്പോൾ ഒക്കെ നമ്മൾ വെച്ചുണ്ടാക്കണ ഏതൊക്കെയോ നാട്ടിൽ നിന്ന് വന്ന യുജീനിയും കണ്ട മറ്റേ കണ്ണി കണ്ട എന്തൊക്കെയാ പ്ലാന്റാണ്. എനിക്കിതുമായിട്ട് ശരിക്കും പറഞ്ഞാൽ ടച്ചില്ല. ഈ വക പ്ലാന്റ്സ് ഒന്നും നമ്മുടെ നാടൻ ഇതൊക്കെ ആയിട്ടായിരിക്കും എപ്പോഴും. കോഴി വാലഞ്ചെടിയൊക്കെ. അപ്പോൾ ലാങ്കി പച്ചച്ചമ്പകം ലാങ്കി എന്നൊക്കെ പറയില്ലേ, അതിൻ്റെ ഒരു സ്മെല്ലാണ് നമ്മുടെ ഷാമ്പൂവിന്. അപ്പോൾ ഇത് ലൈറ്റ് വെയിറ്റ് ഷാമ്പൂ ആണ്. ഒരുപാട് എന്താ പറയുക പത ഉണ്ടാവില്ല. ജസ്റ്റ് ഒരു എന്താ പറയുക പദം മാത്രം ഒന്ന് ക്ലെൻസ് ചെയ്തിടാൻ വേണ്ടി മാത്രമായിരിക്കും. ഹാർഷായിട്ടുള്ള കെമിക്കൽസ് ഒന്നും തന്നെ ഇല്ല കേട്ടോ. അപ്പോൾ ഹെയർ വാഷ് ചെയ്യട്ടെ. അപ്പോൾ നമ്മൾ ഹെയറിൽ കുറച്ച് സിറം കയ്യിലിരുന്ന് പറ്റിപ്പോയി കേട്ടോ. കുറച്ച് നേരമായി കുട്ടി ഞാൻ വെയിറ്റ് ചെയ്തു. അതുണ്ടായത് ഹെയർ സിറം എടുത്തിട്ട് മുടിയിൽ ജസ്റ്റ് ഒന്ന് ഇടാൻ. അപ്പോൾ ആ ഹെയറിൻ്റെ ഫ്രിസിനെസ് ഒക്കെ പോയി. നല്ലോണം പറപ്പിച്ച് ഇടാൻ നിൽക്കരുത് എപ്പോഴും. പ്രത്യേകിച്ച് ഈ സമയത്ത് നമ്മൾക്ക് നല്ലപോലെ ഡ്രൈനസ് ഉണ്ടാവുന്ന സമയത്ത് അങ്ങനെ ഇടരുത്. കുറച്ചൊക്കെ ഒരു ഇത് വേണം. അതുകൊണ്ട് ഞാൻ ഹെവി പാക്കൊന്നും ഇട്ടില്ല, ലൈറ്റ് ഒരു പാക്കാണ് ഇട്ടത്. നാളെ ആകുമ്പോഴത്തേക്കും ഇത് കറക്റ്റ് ആ ഒരു ടെക്സ്ചറിലേക്ക് വരും. ഞാൻ അടുത്ത ഷാമ്പൂ വാഷ് എന്നാ എടുക്കണമെന്ന് വെച്ചാൽ അപ്പോഴത്തേനും കറക്റ്റ് ആവും. ഇത് അദ്ദേഹം കൊടുത്ത ഷാമ്പൂ പകുതി എനിക്ക് തിരിച്ചു തന്നു. കാരണം അത്രയും മതി ചേച്ചി, നല്ല രസമുണ്ടെന്ന് പറഞ്ഞിട്ട്. പക്ഷേ എനിക്കറിയാം ഞാൻ കൊടുത്ത എമൗണ്ട് കറക്റ്റ് വേണമായിരുന്നു ഇത്രയും ലെങ്ത്തിന്. പക്ഷെ അത് ചെയ്തിട്ടില്ല. അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു എന്താ പറയുക, ഒരു ഒതുങ്ങിയിരിക്കുന്നു. പക്ഷെ എന്നാലും പറന്നിരിക്കണം ആ ഒരു ഇതങ്ങോട്ട് മാറി. ഓക്കെ, അപ്പോൾ ചെയ്ത് നോക്കാന്ന് പറഞ്ഞ സാധനങ്ങളൊന്നും നിങ്ങളുടെ കയ്യിലില്ലാതെ എനിക്കറിയാം. നിങ്ങളുടെ കണ്ടു നോക്കുക. അല്ല, അപ്പം നിങ്ങളുടെ കയ്യിൽ ഏതാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് വെച്ചാൽ ഹെയർ ഓയിൽ ഉണ്ടെങ്കിൽ അതിടുക. ഹെയർ മാസ്ക് ഏതെങ്കിലും ലൈറ്റായിട്ട്, ഒന്നില്ലെങ്കിൽ എഗ് വൈറ്റ് ഇട്ടാൽ മതി. അപ്പോൾ കുഴപ്പമില്ല, ഇതേപോലെ കിടന്നോളും. ദെൻ ഷാമ്പൂ വാഷ് എടുക്കുക. സിറം ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്തിട്ട് ഇടുക. ദാറ്റ്സ് ഓൾ. അപ്പോൾ ഇന്നത്തെ ഹെയർ കെയർ റൂട്ടീൻ ഫിനിഷ്ഡ്. താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോസ്. സീ യു നെക്സ്റ്റ് ടൈം. അപ്പോൾ താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.